ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം ദിശ കരിയർ ഗൈഡൻസ് ശില്പശാല സംഘടിപ്പിച്ചു. നടൻ RS പണിക്കർ ഉദ്ഘാടനം ചെയ്തു. SSLC +2 വിജയികൾക്ക് സ്വീകരണം നൽകി. ഭാവി പഠനം രക്ഷിതാക്കൾ കൂടി അറിയേണ്ടത് എന്ന വിഷയത്തിൽ പ്രഭാഷണവും ചെലവൂർ ചേവായൂർ വില്ലേജുകളിലെ SSLC +2 വിജയികൾക്ക് സ്വീകരണവും സംഘടിപ്പിച്ചു. കാളാണ്ടിത്താഴം ദർശനം ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ദിശ കരിയർ ഗൈഡൻസ് ശില്പശാല കോഴിക്കോട് സർവകലാശാല ഗാന്ധിയൻ ചെയർ അംഗവും കാതൽ സിനിമാ നടനുമായ RS പണിക്കർ ഉദ്ഘാടനം ചെയ്തു. A+ കിട്ടിയ ആളുകളെ ഞാൻ അനുമോദിക്കുന്നു. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. അവരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തെ നമ്മൾ അനുമോദിക്കുന്നു. അവരുടെ രക്ഷകർത്താക്കളെ, അവരുടെ അധ്യാപകരെയൊക്കെ ഞാൻ അനുമോദിക്കുന്നു എന്ന് കരുതി ഒരു A+ വിട്ടുപോയി അല്ലെങ്കിൽ 2 A+ വിട്ടുപോയി എല്ലാം വെറും A ഉള്ളൂ, അവർ പിന്നോക്കം നിൽക്കുന്നവരാണ്, അവർ പരാജയപ്പെട്ടവരാണെന്നൊരു ധാരണ ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. ജീവിതമെന്ന് വലിയൊരു പരീക്ഷയുണ്ട്. ആ പരീക്ഷയിൽ ഈ കുട്ടികൾ എങ്ങനെ വിജയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പരീക്ഷയിൽ SSLCയുടെ ആയാലുമുള്ള +2-ൻ്റെയും മാർക്ക് ലിസ്റ്റിൽ കാണുന്ന പ്ലസുകൾക്കല്ല പ്രാധാന്യം. അക്കാഡമിക് രംഗത്ത് അതിന് പ്രാധാന്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാനം ജീവിതത്തെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു, ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ? അവിടെ വിജയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ A+ ഒരിടത്തുനിന്ന് കിട്ടിയിട്ട് കാര്യമില്ല. ദർശനം ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി TK സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ശില്പശാലയിൽ ഭാവി പഠനം രക്ഷിതാക്കൾ കൂടി അറിയേണ്ടത് എന്ന വിഷയത്തിൽ IT വിദഗ്ധൻ പൂവത്തൊടികയിൽ സിദ്ധാർത്ഥൻ പ്രഭാഷണം നടത്തി. SSLC +2 വിജയികൾക്കും തത്സമയ പ്രശ്നോത്തരി വിജയ് അഭിശ്രീക്കും ഡിജിറ്റൽ ലൈബ്രറി എക്സലൻസ് അവാർഡ് NIT വിദ്യാർത്ഥി MP പ്രണവിനും RS പണിക്കർ സമ്മാനിച്ചു. കുത്തിവര ചിത്രകാരൻ അജീഷ് ഐക്കരപ്പടി, എഴുത്തുകാരി ശ്രീലത രാധാകൃഷ്ണൻ, കേരള എഡ്യൂക്കേഷൻ കൗൺസിൽ ഡയറക്ടർ സതീശൻ കൊല്ലറയ്ക്കൽ, ദർശനം യുവത കൺവീനർ P ദീപേഷ് കുമാർ, ബാലവേദി മെന്റർ P ജസീലുദ്ദീൻ, വനിതാ വേദി ജോയിന്റ് കൺവീനർ ശശികല മഠത്തിൽ എന്നിവർ ആശംസ നേർന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം മാറാട് ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിച്ചു.